ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. കർക്കിടക മാസം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് എന്താണ്? തകർത്ത് പെയ്യുന്ന മഴയും അതോടൊപ്പം നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശേഷി കൂട്ടാൻ കഴിക്കേണ്ട ചില പ്രത്യേക ഭക്ഷണങ്ങളുമല്ലേ. ഈ കർക്കിടക തണുപ്പിൽ ശരീരത്തിന് നല്ല ചൂടും ഉന്മേഷവും തരാൻ പണ്ടുകാലം തൊട്ടേ ഉമ്മൂമ്മമാരൊക്കെ പറഞ്ഞു തന്ന ഒരു രഹസ്യ കൂട്ടുണ്ട് മുതിര. ഇരുമ്പ് സത്തും പ്രോട്ടീനും ഒക്കെ ധാരാളം അടങ്ങിയ ഈ മാസത്തെ നിർബന്ധമായി കഴിക്കേണ്ട ഒന്നാണ് കേട്ടോ മുതിര. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ മുതിര വെച്ചിട്ട് രണ്ട് എളുപ്പത്തിലും എന്നാൽ അത്രത്തോളം രുചിയിലും തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് സ്പെഷ്യൽ റെസിപ്പികളാട്ടോ കാണിക്കുന്നത്. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ആദ്യത്തെ റെസിപ്പി മുതിര വിളയിച്ചതിന്റെ തന്നെ. നമ്മൾ അവൽ വിളയിച്ചൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ മുതിര വിളയിച്ചും കഴിക്കാം കേട്ടോ. ഇത് രണ്ട് രീതി ചെയ്യുന്നത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആദ്യത്തെ രീതി കേട്ടോ ഇത് പറയുന്നത്. അപ്പൊ അതിന് 1 കപ്പ് മുതിരയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ഒരു 3-4 വെള്ളത്തിൽ ഇത് നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ. കുതിർത്തിയിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇപ്പോൾ ഓവർനൈറ്റ് ഒക്കെ വെക്കുന്നതാണെങ്കിൽ രാത്രി കുതിർത്തിയിട്ട് പകല് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇനി പകല് നിങ്ങൾ കുക്കറിൽ വേവിക്കുന്നതാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു രാവിലെയൊക്കെ എഴുന്നേറ്റിട്ട് പെട്ടെന്ന് തന്നെ കുതിർത്തിയിട്ട് കുക്കറിൽ ഒരു 4-5 വിസിലടിച്ചിട്ട് വേവിച്ചെടുത്താലും മതി കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ഒരു 3-4 വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കട്ടെ. അതിനുശേഷം അവസാന വെള്ളത്തിൽ തന്നെ നമ്മളത് വേവിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3-4 വെള്ളത്തിൽ ഇതൊന്ന് കഴുകിയെടുക്കട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കുതിർത്തിയെടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ കുക്കറിലാണെങ്കിൽ കുക്കറിലിട്ട് വേവിക്കാം. ഞാനിപ്പോൾ സാധാരണ പോട്ടിലിട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവർനൈറ്റ് കേട്ടോ ഇത് കുതിർത്തിയിടുന്നത്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം മെൽറ്റ് ചെയ്യാൻ ഞാനിപ്പോൾ തന്നെ പറഞ്ഞല്ലോ 2 റെസിപ്പി ചെയ്യുന്നത് കൊണ്ട് ഒരു 8-10 വെള്ളം മെൽറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരൊറ്റ റെസിപ്പി ഇതിലുള്ള ഏതെങ്കിലും ഒരു റെസിപ്പി ചെയ്യുന്നുള്ളെങ്കിൽ 4-5 അച്ച് വെള്ളം മതിയാവും കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഒന്ന് മെൽറ്റാക്കി എടുക്കാം. വെള്ളം ഇപ്പം നന്നായിട്ട് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. എന്തെങ്കിലും ഒന്ന് കച്ചറണ്ടൊക്കെ പോകാൻ വേണ്ടി മാത്രം കേട്ടോ. ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കിതാ മുതിര നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി മുതിര ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ പാനിൽ തന്നെയാണ് ഇട്ട് വേവിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വേവിക്കുന്നതാണെങ്കിൽ ഒരൊറ്റ വിസിൽ മതിയാവും കേട്ടോ. അധികം വെന്ത് പോവരുത്. കാരണം നമ്മളിത് മുതിര വിളയിച്ചെടുക്കുന്നതല്ലേ. നമ്മൾ അവൽ വിളയിച്ചതൊക്കെ പോലെ മുതിര വിളയിച്ചെടുക്കുന്നതല്ലേ. അപ്പോൾ അതിങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഒരു പാകാവുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതാ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം മതിയാവും കേട്ടോ. കുതിർന്നതാണെങ്കിൽ കുറച്ച് വെള്ളമേ വേണ്ടൂ. കുതിരാത്തതാണെങ്കിൽ കുറച്ചേറെ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം കേട്ടോ. കുറച്ച് സമയം. ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മുതിര നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉടഞ്ഞു പോവരുത്. നമ്മൾ അവലൊക്കെ വിളയിച്ചെടുക്കുന്നത് പോലെ വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വെന്ത് ഉടഞ്ഞു പോരുത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കുക്കായി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പോളം നുറുക്കിയ കാഷ്നട്ടാണ് അത് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. കാഷ്യൂ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അതേപോലെ തന്നെ കുറച്ച് ആൽമണ്ടും നുറുക്കിയെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നട്ട്സൊക്കെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം നിലക്കടല ഇഷ്ടമെങ്കിൽ നിലക്കടല ഇട്ട് കൊടുക്കാം. ആൽമണ്ട് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിന്ന് വരുമല്ലോ. ആ സമയത്ത് നമുക്ക് നിലക്കടല ചേർത്ത് കൊടുക്കാം, പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. ഏതാണോ നിങ്ങളെ കയ്യിലുള്ളത് നട്ട്സൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്യാം കേട്ടോ. അതേപോലെ കുറച്ച് വാൾനട്ട് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. വാൾനട്ട് ഓപ്ഷനല്ല കേട്ടോ, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ എടുക്കാം, നിർബന്ധമൊന്നുമില്ല. പിന്നെ നട്ട്സുകളൊക്കെ കുട്ടികൾക്ക് നല്ലതല്ലേ ഈ സമയത്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. വാൾനട്ടൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളെ കഴിപ്പിക്കാനുള്ള ഒരു സൂത്രം കൂടിയാണ്. പക്ഷേ വാൾനട്ടിന് ഒരു കാര്യമുണ്ട്, അതിന് ചെറിയൊരു കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക ചേർക്കുന്നുണ്ടെങ്കിലേ. അപ്പോൾ ഇനി ഇതാ കുറച്ച് എള്ളും കൂടെ ഇനി അടുത്തത് അതേ കണക്കിന് എള്ളും എടുത്തിട്ടുണ്ട്. നട്ട്സ് ഒക്കെ എടുത്ത് അതേ അളവ് തന്നെയാണ് എള്ളു എടുത്തത്, കൂടുതലൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതും നന്നായിട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. എള്ളും നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1-2 ടേബിൾ സ്പൂൺ ഗീ, കുറച്ച് വലിപ്പമുള്ള ഒരു കടായി തന്നെ എടുക്കണേ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് ഒരു 1/2 കപ്പോളം തേങ്ങ ചെരുകിയത് ഇട്ട് കൊടുക്കാം. തേങ്ങ ചെരുകിയത് കുറച്ച് ഏറെ തന്നെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാട്ടോ. അപ്പോഴാണ് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. എന്നിട്ട് നന്നായിട്ട് അതിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതും വല്ലാണ്ടങ്ങ് ഗോൾഡൻ ബ്രൗൺ നിറമൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും ഞാൻ മൂപ്പിച്ചെടുക്കുന്നുള്ളൂ. ഈ സമയത്ത് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച വെല്ലയില്ലേ, മധുരത്തിന് ആവശ്യമായിട്ട് എത്രയാണോ വേണ്ടത് അത് ഒഴിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ ഞാൻ 2 എണ്ണത്തിന് ചെയ്തത് കൊണ്ട് തന്നെ കുറച്ചേറെ ചെയ്തേ ഉള്ളൂ. അപ്പം നിങ്ങൾ നോക്കി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് മക്കൾക്ക് വേണ്ടുന്ന മധുരം അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന മധുരം എത്രയെന്ന് അറിയാവുമല്ലോ. അപ്പോൾ ആ സമയത്ത് അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത് ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലൊന്ന് കിടന്നൊന്ന് മൂത്ത് വരുന്ന സമയത്ത് വേവിച്ച് വെച്ച മുതിരയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഞാൻ മധുരം പോരാൻ തോന്നിയത് കൊണ്ട് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഇതുപോലെ ഇങ്ങനെ കുറച്ച് വെള്ളം പോലെ കിടക്കണം കേട്ടോ. എന്ന് വെച്ചാൽ മുതിരയിലോട്ട് ആ മധുരമൊക്കെ അബ്സോർവായി ഒന്ന് വറ്റി വരുമല്ലോ എല്ലാം ചേർത്ത് വരുമ്പോഴേക്ക്. ശർക്കര ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം എള്ള് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിട്ട് കൊടുക്കാം.
ആ നെയ്യോട് കൂടിയിട്ട് ചേർത്ത് കൊടുക്കണേ. രണ്ടാമത് വാൾനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ നട്ട്സുകളും കേട്ടോ, നമ്മൾ ഏതൊക്കെയാണോ ചേർക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതൊക്കെ. ഞാനിപ്പം ചേർത്ത് കൊടുത്തതിന്റെ പേര് പറയുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങളിപ്പോൾ നിലക്കടല ചേർക്കുന്നെങ്കിൽ നിലക്കടല ചേർത്ത് കൊടുക്കാം. ഇനി കാഷ്നട്ട് നിലക്കടല മാത്രമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി അതുമല്ല ഒന്നും അല്ലെങ്കിൽ പൊട്ടുകടല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. നട്ട്സുകൾ നല്ലതല്ലേ എന്ന് കരുതി ഞാൻ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഫ്ലേവറിനും ടേസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ട് ജീരകം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഏലക്ക ചുക്ക് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് തേങ്ങ പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പം കുറച്ച് അധികം ഇട്ട് കൊടുത്തത് കൊണ്ടാണ് ഇനി ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാന്ന് പറയായിരുന്നേ. ഇപ്പൊ കണ്ടോ, നന്നായിട്ട് നമ്മുടെ മുതിര വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. കുറച്ച് സമയം കൂടി ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് കുറച്ചുകൂടെ ഒന്ന് മിക്സ് ആവണം തോന്നിയത് കൊണ്ട് അടച്ചു വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ മുതിര വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. ആ നട്ട്സൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നട്ട്സുകൾ ഞാൻ പറഞ്ഞതുപോലെ ഏതാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് തന്നെ ചേർക്കണം എന്നില്ല. വാൾനട്ടൊക്കെ നല്ലതല്ലേ കുട്ടികൾക്ക്, അതുകൊണ്ട് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ഈ സമയത്ത് നമ്മൾ കുറച്ച് ആരോഗ്യം ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഇങ്ങനെയുള്ള സംഭവമൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതല്ലെന്ന് കരുതി ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താണോ കയ്യിലുള്ളത് നട്ട്സുകൾ അത് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ കറുത്ത മുന്തിരി ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ പിന്നെ അതിനൊരു ചെറിയൊരു പുളി രസമല്ലേ, അപ്പം കുട്ടികൾക്കൊക്കെ അടിക്കുമ്പം ഇവിടെ ആർക്കും അത് അത്ര താല്പര്യമല്ല, അതുകൊണ്ട് ഞാൻ ചേർത്തില്ല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ, അവൽ വിളയിച്ചിലൊക്കെ ചേർക്കുന്നത് പോലെ തന്നെ. അപ്പോൾ മുതിര വിളയിച്ച് ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ. അപ്പോൾ നിങ്ങൾ ഈ കർക്കിടകത്തിൽ കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്തു നോക്കുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്കൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതിന് മുൻപ് ഞാൻ 3-4 വീഡിയോസ് കർക്കിടക സ്പെഷ്യൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കൂടെ ഒന്ന് കണ്ടു നോക്കണേ. ഇനി നമ്മളെ രണ്ടാമത്തെ റെസിപ്പി മുതിരാപ്പാലിന്റെ തന്നെ. മുതിരാപ്പാൽ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. ഇതും ഈസി ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ മുതിര വേവിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനി അത് വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം റാഗി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കലക്കിയെടുക്കണം. അപ്പൊ അതിനായിട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മുത്താറിപ്പൊടി ഒന്ന് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ വേണം കലക്കിയെടുക്കേണ്ടത് കേട്ടോ. ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുമ്പോൾ കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിതിങ്ങനെ പെട്ടെന്ന് കലക്കി വെക്കുന്നത്. ഇനി ഒരു പാനിലോട്ട് 1-2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഈ കലക്കിയെടുത്ത ഈ റാഗി പൗഡർ ഉണ്ടല്ലോ ഒന്നുകൂടെ ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം ഈ പാനിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഗീ മെൽട്ടായി വന്നിട്ടുണ്ടല്ലോ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ റാഗി കുറുക്കിയതിനൊക്കെ ചെയ്യുന്നില്ല, അതേ കണക്കന്നെ കേട്ടോ. അപ്പൊ ഇനി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഞാൻ കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിക്കണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലോ പാലോ ഏതാണോ നിങ്ങൾക്ക് സൗകര്യം അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതിപ്പോ കുറുകി വന്നതിന് ശേഷം ഇതിലോട്ട് മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ച വെല്ലയില്ലേ മധുരത്തിന് ആവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതും ഞാൻ മെൽറ്റ് ചെയ്തത് വെച്ചത് ഉള്ളത് കൊണ്ടാണ് മെൽറ്റ് ചെയ്യുന്നൊന്നും കാണിക്കാതിരുന്നത് കേട്ടോ. അപ്പൊ ഇതാ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പോരാൻ തോന്നിയിട്ട് അര ഗ്ലാസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 1.5 ഗ്ലാസോളം ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ശർക്കരയും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേവിച്ച് മാറ്റി വെച്ച മുതിരയില്ലേ, മുതിര ഞാൻ പറഞ്ഞതുപോലെ വെന്തൊടയണം എന്നില്ല, ഇതുപോലെ ആയി കിട്ടുന്നതെന്ന് കേട്ടോ. കടിക്കാൻ കിട്ടുന്ന ഒരു പാകം നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ. ഇനി അത് വെള്ളത്തോട് കൂടിയിട്ട്, ഇതാണ് ഞാൻ പറഞ്ഞത് കുതിർത്തി വെക്കുന്ന ആ ലാസ്റ്റ് വെള്ളത്തിൽ തന്നെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അതേ വെള്ളത്തിൽ തന്നെയാണ് ഇത് മുതിര പാലും തയ്യാറാക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇതാ അത് മുഴുവനും ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാലില് റാഗി കലക്കിയത് കൊണ്ടാട്ടോ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തത്. അപ്പൊ നിങ്ങൾ റാഗി ചൂടുവെള്ളത്തിലാണ് കലക്കുന്നതെങ്കിൽ തേങ്ങാപ്പാല് കുറച്ച് ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് തേങ്ങ ചിരകിയത് ഒരു 1/2 കപ്പോളം തന്നെ ഉണ്ട് കേട്ടോ. അതിതാ ഇതിലേക്ക് അങ്ങിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഏറ്റവും അവസാനമായിട്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളുപ്പും പിന്നെ ടേസ്റ്റിനും ഫ്ലേവറിനും വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൗഡർ പിന്നെ ഒരു 1/4 ടീസ്പൂണിന്റെ പകുതി മതി കേട്ടോ. ഒരു നുള്ളു എന്ന് പറയുന്ന പോലെ ജീരകം പൊടിച്ചതാണ്. അതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അതല്ലെങ്കിൽ ഏലക്ക പൗഡർ മാത്രം മതി കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ ഗീയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ ഇങ്ങനെ തിള വരുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് വല്ലാണ്ട് വറ്റി മുതിര വിളയിച്ചതുപോലെ ഒന്നും ആക്കി എടുക്കണ്ട. ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ അതിൽ പിടിച്ച് കിട്ടും കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് സെർവിംഗ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അതിന്റെ മുകളിലായിട്ട് കുറച്ച് തേങ്ങ ചിരകിയത് ഞാൻ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. കുട്ടികൾ കഴിക്കാത്ത കുട്ടികൾ വരെ കഴിക്കും കേട്ടോ. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ 2 റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതല്ലേ. അപ്പോൾ നിങ്ങൾ ഈ മുതിര കൊണ്ട് ഇതുപോലെ റെസിപ്പി ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുക, നിങ്ങളും കഴിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനു മുൻപും ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കർക്കിടക സ്പെഷ്യൽ ആയിട്ടുള്ളത്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇതിലും നല്ല വീഡിയോസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക്